ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ക്ലോത്തിങ് ത്രൂ ദി ഏജ് എന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാം. ഒബ്സർവ് ദി പിക്ചേഴ്സ്. How these living beings survive situations like extreme heat, unbearable cold, etc. Fur of goat, feathers of parrot and tortoise shall provide the protections like a clothing unfavorable weather's condition. ചിത്രം നിരീക്ഷിക്കൂ. ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻസ് ഫേസ്ഡ് സച്ച് സിറ്റുവേഷൻസ്? മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദ ക്ലോത്തിങ് നീഡഡ് ഫോർ ഹ്യൂമൻസ് ഹാഡ് ബീൻ ഷേപ്ഡ് വിത്ത് ദ മെറ്റീരിയൽ അവൈലബിൾ ഇൻ നാച്ചർ. എന്താണ്? board leaves, animal skins and trees bark were used as clothing in early times. Clothes were made by stitching together the natural material. Fibers obtained from plant and animals were used to മേക്ക് ക്ലോത്ത്സ്. മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. വീതിയുള്ള ഇലകളും മൃഗങ്ങളുടെ തോലും മരത്തോലുകളും ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? Protection from cold, protection from heat, maintains body temperature, protection from insects, protection from germs, clean clothing boosts self-confidence. വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? തണുപ്പിൽ നിന്ന് സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം, രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം, വൃത്തിയുള്ള വസ്ത്രം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വാട്ട് മെറ്റീരിയൽ ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്? ബാർക്ക് ഓഫ് ട്രീസ്, ആനിമൽ സ്കിൻസ്, ബോർഡ് ഓഫ് ലീവ്സ് ആൻഡ് ഗ്രാസ്. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത്? മരങ്ങളുടെ പുറംതൊലി, മൃഗങ്ങളുടെ തൊലി, വലിയ ഇലകളും പുല്ലുകളും. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത് ബൈ early humans was not like that of today. What could be the reason? Early humans did not have access to advanced machinery, variety of material or techniques for cloth manufacturing. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ആദിമ മനുഷ്യർക്ക് വസ്ത്രനിർമ്മാണത്തിനുള്ള യന്ത്രസാമഗ്രികളോ സാങ്കേതിക വിദ്യകളോ വൈവിധ്യമാർന്ന വസ്തുക്കളോ ലഭ്യമായിരുന്നില്ല. Write a note about the making of cloth by early humans. Humans used the materials they got from their surroundings as clothing when they lived by hunting. They used grass, bark of trees, maravuri, and hide animal skin for making cloth. Horn and bone of animals were used as needles and tools to make cloth. They also made cloth by cleaning and softening animal skin and fur. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോല്, മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിലുള്ള ഉപകരണങ്ങളാക്കി. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കുമായിരുന്നു. ഇനി വാട്ട് ഈസ് വീവിങ്? ഫൈബേഴ്സ് were combined and spun to make long yarns. Weaving is the techniques of making cloth with these yarns. എന്താണ് നെയ്ത്ത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. വാട്ട് വേർ ഹാൻഡ്ലൂം ക്ലോത്ത്? ഹാൻഡ്ലൂം ക്ലോത്ത് വേർ ക്ലോത്ത് വൂവൻ ഓൺ ഹാൻഡ്ലൂം യൂസിങ് യാൺസ്. എന്താണ് കൈത്തറി തുണികൾ? നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. Which are the major handloom centers in Kerala? Balaramapuram in Thiruvananthapuram district, Kuttambulli in Thrissur district and Kannur were the major handloom centers. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. വാട്ട് ഇൻക്രീസ്ഡ്
the demand for clothing. The rise in population increased the demand for clothing. വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചത് എപ്പോഴാണ്? ജനസംഖ്യാ വർധനവ് വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. വാട്ട് ലീഡ് ടു ദ സ്പ്രെഡ് ഓഫ് woven clothing. അപ്പം പീപ്പിൾ റിയലൈസ്ഡ് ദാറ്റ് ദ ക്ലോത്ത് വൂവൻ ഫ്രം യാൺസ് were better than the animal skin. This led to be spread of woven cloth. നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കിയ സാഹചര്യം എന്ത്? മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവാണ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് കാരണം. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മേക്കിംഗ്. In the early days, cloth were made by hand using yarns from cotton and jute. The methods of making cloth using wooden looms was developed later. The increase in need of clothing led to the invention of weaving equipments. The invention of handloom was a breakthrough in the field of cloth manufacturing. Clothes were colored with a dye made from indigo plant. The progress in science has led to the invention of new machines such as spinning jenny. The rise in population increased the demand for clothing. The handloom was later replaced by the power loom. വസ്ത്രനിർമ്മാണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ആദ്യകാലങ്ങളിൽ പരുത്തി, ചണം എന്നിവയിൽ നിന്ന് നിർമ്മിച്ച നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. ശാസ്ത്ര പുരോഗതി സ്പിന്നിംഗ് ജെന്നി പോലുള്ള പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ജനസംഖ്യാ വർധനവ് വസ്ത്രങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. Changes brought by the use of machinery in the manufactures of cloth increased the production of cloth, reduction in human labor, diversity in clothing, quality clothing, spread of clothing, reduced labor cost, increased production speed. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം? വസ്ത്ര ഉൽപ്പാദനത്തിലെ ചെലവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളുടെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം, ഉൽപ്പാദന ചെലവ് കുറഞ്ഞു, ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു. ഇനി വാട്ട് വേർ നാച്ചുറൽ ഫൈബേഴ്സ്? നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ആനിമൽസ് ആൻഡ് plant. Example, from animals wool produced from sheep. Silk is produced from silkworms. From plant, cotton and jute fiber are produced from cotton and jute plant respectively. ഇനി എന്താണ് പ്രകൃതിദത്ത നാരുകൾ? ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ. ജന്തുക്കളിൽ നിന്ന് ചെമ്മരിയാടിൽ നിന്നും കമ്പിളി നാരുകളും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനൂലിൻ്റെ നാരും നിർമ്മിക്കുന്നു. ഇനി സസ്യങ്ങളിൽ നിന്ന് പരുത്തി, ചണം, ചെടികളിൽ നിന്ന് പരുത്തി നാരും നിർമ്മിക്കുന്നു. ഇനി വാട്ട് ആർ ദ സിന്തറ്റിക് ഫൈബേഴ്സ്? അപ്പം സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. Synthetic fibers are generally less expensive to produce cloth than natural fiber. It also has the advantages of not wrinkling quickly. Example, polyester, nylon, rayon, etc. കൃത്രിമ നാരുകൾ എന്താണ്? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ് ഫ്രം വിച്ച് നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. വൂൾസ്, ഷീപ്പ്, സിൽക്ക്, സിൽക്ക് വോം, കോട്ടൺ പ്ലാന്റ്, ജൂട്ട് പ്ലാന്റ്. പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കമ്പിളി, ചെമ്മരിയാട്, പട്ടുനൂൽപ്പുഴു, പരുത്തിച്ചെടി, ചണംചെടി. ഇനി ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ്, ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് വിച്ച് ഈച്ച് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് യൂസ്ഡ്. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഓഫ് ദി പിക്ചേഴ്സ് ഇൻ ദ ടേബിൾ. ടെക്സ്റ്റ് ബുക്ക് പേജ് 57 ആണ്. നോക്കാം.
അപ്പം ഏതൊക്കെ സിറ്റുവേഷനിലാണ് തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയിലെ വസ്ത്രങ്ങൾ ഓരോന്നും ഏതേത് സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, ക്ലൈമറ്റിൽ 1, 6, ഇമ്മ്യൂണിറ്റിയിൽ 4, അതോറിറ്റി സ്റ്റാറ്റസിൽ 3, എംപ്ലോയ്മെൻറ്റിൽ 2, 5. അപ്പം കാലാവസ്ഥയിൽ 1, 6, രോഗപ്രതിരോധത്തിൽ 4, അധികാരം പദവിയിൽ 3, തൊഴിൽ 2, 5. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ക്ലോത്തിങ്? ക്ലൈമറ്റ്, കസ്റ്റംസ്, പൊസിഷൻ ഓഫ് പവർ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ്. വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥ, ആചാരങ്ങൾ, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. ഇനി ഒബ്സർവ് ദ കസ്റ്റംസ്, കോസ്റ്റ്യൂംസ്. Observe the costumes in the pictures, identify the art from which they associated and list them. ടെക്സ്റ്റ് ബുക്ക് 58 നോക്കാം. കഥകളി, തെയ്യം, മോഹിനിയാട്ടം, ഒപ്പന, കേരള നടനം, ചവിട്ടുനാടകം. ഓക്കെ. ഇനി തന്നിരിക്കുന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരങ്ങൾ നിരീക്ഷിച്ച് അവ ഏതേത് കലാരൂപങ്ങളുടേതാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ കഥകളി, തെയ്യം, മോഹിനിയാട്ടം, ഒപ്പന, കേരള നടനം, ചവിട്ടുനാടകം. ഇനി വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പ്രൊക്ലമേഷൻസ് യൂസ്ഡ് ബൈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇൻ 1859? The proclamation reveals that the caste system existed at that time prevented certain sections of the people from weaving cloth as they wish. The proclamation issued by Uttram Tirunal Marthandavarma, the king of Travancore in 1859, granted the right to women of the lower caste of the southern Kerala to wear the upper cloth. അപ്പം 1859 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ്? അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. 1859 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു. ഹൗ ഡിഡ് ഗാന്ധിജി യൂസ്ഡ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ആസ് ദ വെപ്പൺ ഓഫ് അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ഗാന്ധിജി മെയ്ഡ് ഖാദി, ചർക്ക ആൻഡ് ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. They encouraged Ghadi cloth made by spinning in the charkha and escorted people to wear Ghadi clothes. Gandhiji turned the freedom of struggle into the mass movement by making cloth as a weapon struggle. Charkha became the symbol of the Swadeshi movements and wearing Ghadi cloth and Ghadi caps became a symbol of patriotism. എങ്ങനെയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിൻ്റെ ആയുധമായി ചർക്കയും ഖാദിയും വസ്ത്രവും ഉപയോഗിച്ചിരുന്നത്? ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂറ്റുണ്ടാകുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ഒരു മിനിറ്റ് ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ഓക്കെ. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ടുഡേ ക്ലോത്തിങ്? ഇത് മനസ്സിലായല്ലോ? ഒന്നും കൂടി പറയണോ? നോക്കാമെന്നാ.
എങ്ങനെയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിൻ്റെ ആയുധമായി ചർക്കയും ഖാദി വസ്ത്രവും ഉപയോഗിച്ചത്? ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂറ്റുണ്ടാകുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം എന്ന ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ടുഡേ ക്ലോത്തിങ്സ്? പേഴ്സണൽ പ്രിഫറൻസ്, ഇൻട്രസ്റ്റ്, കൺവീനിയൻസ്, ചേഞ്ച് ഇൻ ബ്യൂട്ടി കോൺസെപ്റ്റ്, അല്ലേ? അഡ്വർടൈസ്മെൻറ്റ്, മൂവി, സോഷ്യൽ മീഡിയ. ഇന്നത്തെ വസ്ത്രധാരണത്തിൽ ശക്തമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? വ്യക്തിപരമായ മുൻഗണനകൾ, താല്പര്യങ്ങൾ, സൗകര്യങ്ങൾ, സൗന്ദര്യ സങ്കല്പങ്ങളിൽ വന്ന മാറ്റം. ഓക്കെ, പിന്നെ പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ. ഇനി വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടേഴ്സ്? വീവിങ്, സ്പിന്നിങ്, ഡൈയിങ്, ഡിസൈനിങ്, എംബ്രോയ്ഡറി, സ്വിങ്, കോസ്റ്റ്യൂം ഡിസൈൻ. അപ്പോൾ വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? നെയ്ത്ത്, നൂൽനൂൽപ്പ്, ചായമുക്കൽ, ഡിസൈനിങ്, എംബ്രോയ്ഡറി, തുന്നൽ, വസ്ത്രാലങ്കാരം. ഹൗ ക്യാൻ വി കൺവേർട്ട് യൂസ്ഡ് ടു അൺവാണ്ടഡ് ക്ലോത്തിങ് ഇൻ ടു യൂസ്ഫുൾ മെറ്റീരിയൽ? ക്യാൻ മേക്ക് എ കാർപ്പറ്റ് ഫ്രം ദ സ്കാർപ്പ് ക്ലോത്ത്. ക്യാൻ മേക്ക് എ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ഓൾഡ് ക്ലോത്തിങ്. ക്യാൻ മേക്ക് എ ബാഗ് ഫ്രം ഓൾഡ് ക്ലോത്ത്സ്. ക്യാൻ കളക്ട് യൂസ്ഡ് ക്ലോത്തിങ് ഫോർ എ റിലീഫ് ക്യാപ്സ്. Can make a craft product such as flowers, warp, hanging, toys, etc. Can make curtains, pillows, cover, hair bands, etc. ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങളെ ഉപയോഗപ്രദമായ സാമഗ്രികളാക്കി എങ്ങനെയാണ് മാറ്റാം? പഴയ വസ്ത്രങ്ങളിൽ നിന്ന് പരവതാനികൾ ഉണ്ടാക്കാം, പഴയ വസ്ത്രങ്ങളിൽ നിന്ന് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, പഴയ വസ്ത്രങ്ങളിൽ നിന്ന് ബാഗുകൾ ഉണ്ടാക്കാം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിക്കാം, പൂക്കൾ, ചുമരിൽ തൂക്കിയിടുന്ന വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങി കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കഴിയും. കർട്ടനുകൾ, തലയണ കവറുകൾ, ഹെയർ ബാൻഡുകൾ തുടങ്ങിയവ ഉണ്ടാക്കാം. ഹൂ ഇൻവെൻറ്റഡ് സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹാർഗ്രീവ്സ്. ഇനി ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ്. ഹൂ ഇൻവെൻറ്റഡ് ദ പവർലൂം? ആരാണ് ആരാണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്? എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഓക്കെ, ഇനി ദ സ്ട്രഗിൾ ഫോർ വുമൻസ് റൈറ്റ് ടു കവർ ദ അപ്പർ പാർട്ട് ഓഫ് their bodies in southern Travancore in early 19th century is known as upper cloth agitations. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേലുമുണ്ട് സമരം. ഓക്കെ, ഇനി അപ്പർ ക്ലോത്ത് അജിറ്റേഷൻസ് വെൻ നാഷണൽ ഹാൻഡ്ലൂം ഡേ ഓഗസ്റ്റ് 7 ആണ്. എന്നാണ് ദേശീയ കൈത്തറി ദിനം? ഓഗസ്റ്റ് 7. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.